ഗുഡ് മോർണിംഗ് എവരിബഡി. ഏവർക്ക് എസ് ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ കുട്ടികൾക്ക് സൂം ചെയ്തും ഓൺലൈനായും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 9995718722. ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കുട്ടികൾക്ക് ലൈവായി ഞാൻ ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഒരുപാട് പേരൻസ് എന്നോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു ലൈവായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ക്ലാസ് ഇടണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഡേറ്റ് ഞാൻ പിന്നാലെ അറിയിക്കും. പിന്നെ ധാരാളം കമൻറ്റുകൾ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കമൻറ്റുകൾ അയച്ച എല്ലാ പേരൻസിനും നന്ദിയുണ്ട്. ഇനിയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിസ് ഗലീമേ മേ രഹതാഹൂം എന്ന ലെസണിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു. ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗത്തിലാണ് നിർത്തിയത്. അതായത് യഥാർത്ഥ സംഭവം നടക്കുന്നത് ഒക്ടോബർ 5, 1857 കുറേ ഇംഗ്ലീഷുകാരന്മാർ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? എന്നെയും എൻ്റെ 2 മക്കളെയും ജോലിക്കാരെയും പിന്നെ കുറച്ച് അയൽക്കാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് കേണൽ ബ്രൗൺ എന്ന് പേരായ ഒരു ഇംഗ്ലീഷ് ഓഫീസറുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കുന്നു. ബ്രൗണിൻ്റെ മുഖം ചുവന്നിരുന്നു, കണ്ണുകൾ റെഡ് കളറായിരുന്നു. അയാളുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 6 അടിയിലധികം പൊക്കമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന്. ഞാൻ പറഞ്ഞു, ഉറുദുവിൽ കവിത എഴുതുമെന്ന്. അപ്പം നിങ്ങൾ പോയിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി സമ്മതിച്ചു. എൻ്റെ ഉത്തരം കേട്ട ബ്രൗണിന് ഭയങ്കര സന്തോഷമായി. അയാൾ തൻ്റെ സേവകരോട് പറഞ്ഞു, അതായത് ആ പട്ടാളക്കാരോട് പറഞ്ഞു. എന്താണ് സിപ്പാഹികളോട് പറഞ്ഞത്? സേവകന്മാരോട് പറഞ്ഞു ഇയാളെ സർവ്വ ബഹുമതിയോടും കൂടി വീട്ടിൽ ചെന്നൊന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ കേണലിനോട് അപേക്ഷിച്ചു. എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ അയൽക്കാരും വളരെ നിഷ്കളങ്കരാണ്, അവരും കവിത എഴുതുന്നു. കേണൽ അവരെയും വീട്ടിൽ പോവാൻ അനുമതി നൽകി. ഇപ്രകാരം കവിത എഴുതുന്നു എന്ന കാരണത്താൽ, കവിത എന്നുള്ള കാരണം കൊണ്ട് ആ ദിവസം ഏകദേശം 50 മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെട്ടു. 50 മനുഷ്യരോളം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ഹം ഗലിവാലോനെ, ഞങ്ങളുടെ തെരുവിലുള്ളവർ എങ്ങനെയെങ്കിലും ജീവൻ അവരുടെ രക്ഷപ്പെട്ട് കിട്ടി. എന്നാലോ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ ദില്ലി നിവാസികളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അവർ തടവറയിലും ജയിലിലും ആയിട്ട് ഇവരെ അടച്ചിട്ടേക്കുകയാണ്. ജയിലെന്ന് പറയുന്നത് പട്ടണത്തിന് പുറത്തും, തടവറയെന്ന് പറയുന്നത് അകത്തുമാണ്, ദില്ലിക്ക് അകത്തുമാണ്. ഈ ആൾക്കാരെ എങ്ങനെ ഇട്ടേക്കുന്നത്? അസംഖ്യ നിരപരാധികളായ ആൾക്കാരെ തിക്കി നിറച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടാൽ തോന്നുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വേറൊരു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ തോന്നും. അതായത് അടുക്കിനടുക്കിന് ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ തിക്കി നിറച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ശ്വാസം പോലും എടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവസാനം ഇവരെ എന്താ ചെയ്യുന്ന? തൂക്കിലേറ്റും കേട്ടോ. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്നതുപോലും നിശ്ചയമില്ല. ഇനി നമ്മൾ ബാക്കി ഭാഗമാണ് പഠിക്കുന്നത്. ദില്ലി മേ അബ് കുച്ച് ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ. ഇനി ഡൽഹിയിൽ കുറച്ച് ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അംഗ്രേസോങ്കെ ഗുസേ കാ ശിക്കാർ ഹോഗേ. ഇംഗ്ലീഷുകാരുടെ കോപത്തിന് ഇരയായി കേട്ടോ. ഇംഗ്ലീഷുകാരുടെ കോപത്തിന് ഇരയായി. ബച്ചേ സിർഫ്, രക്ഷപ്പെട്ടവരോ? ജോ ദില്ലി സെ ഭാഗ് ഗയേ, അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വേ ലോഗ് കുഷ് കിസ്മത്ത് ഥേ. ആ ആൾക്കാർ ലക്കി എന്ന് തന്നെ പറയാം. ആ ആൾക്കാർ ഭാഗ്യവാന്മാർ. കുഷ് കിസ്മത്ത് മീൻസ് വേ ലോഗ് കുഷ് കിസ്മത്ത് ഥേ. ആ ആൾക്കാർ ഭാഗ്യവാന്മാരാണ്. വർണ്ണ ഉനേഫി ഫസീദേ ദി ജാത്തി. ഇല്ലെങ്കിലോ, അവരവിടെ ഉണ്ടായിരുന്നെങ്കിലോ അവരെയും തൂക്കിലേറ്റുമായിരുന്നു. ദില്ലി മേ രഖ്നാ കി ഉൻ ദിനോ മാനോ അപരാധ ഹോ ഗയ. ദില്ലിയിൽ താമസിക്കുന്ന തന്നെ അക്കാലത്ത്
ഒരു തെറ്റായിരുന്നു, അപരാധമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഇവിടെ ഈ ഡൽഹി നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടതകൾ മനസ്സിലായോ മക്കളെ? നമുക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇനി ഒരു ഇൻസിഡൻ്റാണ് ഇനി പറയുന്നത്. മേരി പഹച്ചാൻ കാ ഫിസ്തീദ, എൻ്റെ പരിചയക്കാരനായ ഒരു ഫിസ്തിയുണ്ട്, വെള്ളം ചുമക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ചിരാഗലി, അയാളുടെ പേര് ചിരാഗലി എന്നാണ് കേട്ടോ. എൻ്റെ പരിചയക്കാരനായ ഒരു വെള്ളം ചുമക്കുന്നയാളുണ്ട്, അയാളുടെ പേരെന്താണ്? ചിരാഗലി കേട്ടോ. ബേഗത് സാദാ ആത്മി, വളരെ സാധുവായൊരു മനുഷ്യൻ. റോസ് സുബഹ് ശാം നഹർ കാ പാനി അപ്പനി മശക്ക് മേ ഭർത്ത, അയാൾ എന്താ ചെയ്യുന്ന? ദിവസവും രാവിലെയും വൈകുന്നേരവും തോട്ടിൽ നിന്ന് തൻ്റെ തുകൽ സഞ്ചിയിൽ വെള്ളം നിറയ്ക്കും. ഓർ അല്ലാഹുക്ക് ഗുണ ഗാത്താ ഹോ, അല്ലാഹുവിൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് സടക്കവും കോ സീഞ്ച കർത്ത, റോഡ് നനയ്ക്കും. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ വളരെ സാധുവായ മനുഷ്യനാണ്. രാവിലെയും വൈകുന്നേരവും തോട്ടിലെ വെള്ളം തുകൽ സഞ്ചിയിൽ നിറച്ചതിന് ശേഷം അല്ലാഹുവിൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് റോഡ് നനയ്ക്കും. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रखता. ഇനി നോക്കി, खाने के लिए, കഴിക്കാനായി, जो भी रूखी सूखी मिल जाती, ഉണങ്ങി വരണ്ട എന്ത് കിട്ടിയാലും, എന്ത് കിട്ടുന്നുവോ അത് കഴിച്ചിട്ട് അയാൾ തൻ്റെ ജോലിയിൽ മുഴുകുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് അയാൾ എന്താ ചെയ്യുന്നത്? വളരെ സാധുവായ മനുഷ്യനാണ്. രാവിലെയും വൈകുന്നേരവും തോട്ടിലെ വെള്ളം തുകൽ സഞ്ചിയിൽ നിറച്ചിട്ട് അല്ലാഹുവിൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് റോഡ് നനയ്ക്കും. കഴിക്കാനായി കിട്ടുന്ന ഉണങ്ങി വരേണ്ടത് എന്തും കഴിച്ചിട്ട്, എന്ത് കിട്ടിയാലും മതി കഴിച്ചിട്ട് തൻ്റെ ജോലിയിൽ മുഴുകും. ഏക് റോസ് ദില്ലി കെ ബഡേ ഖാക്കി ഹഡ്സൺ സാബ് ജബ് സടക്ക് സെ അപ്പനെ കോടെ പർ സവാർ ഹോക്കർ നികൽ രഹേ थे. ഒരു ദിവസം ദില്ലിയിലെ വലിയ ഓഫീസറായ ഹഡ്സൺ പ്രഭു സടക്ക് സെ അപ്പനെ ഘോടെ പർ സവാർ ഹോക്കർ നികൽ രഹേ थे, റോഡിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്തുകൊണ്ട് വരികയാണ്. ആരാണ്? ഹഡ്സൺ പ്രഭു കേട്ടോ. ചിരാഗലി സടക്ക് സീഞ്ചി രഖാത, നമ്മുടെ പാവം ചിരാഗലി എന്ത് ചെയ്യുകയാണ്? റോഡ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർക്ക് ഗുൺ ഗാത്താരക, അയാൾ ഈശ്വരൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് റോഡ് നനയ്ക്കുകയാണ്. അയാൾ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുക, ആരും വരുന്നത് അയാൾ ശ്രദ്ധിക്കുന്നില്ല, അയാൾ അതൊന്നും അറിയുന്നതേയില്ല. ഹഡ്സൺ സാബ്കോ ജോ ഗുസ്സായ, അയാൾ അടുത്ത് വന്നപ്പോഴോ അദ്ദേഹത്തെ കാണുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നില്ല, അയാൾ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. ഹഡ്സൺ സാബിന് ഗുസ്സായ, ദേഷ്യം വന്നു. ഉനോനെ അപ്പനി തൽവാർ സെ, അയാൾ തൻ്റെ വാളെടുത്തിട്ട് അഫാഗെ ചിരാഗലിക്ക പേറ്റ് ചീർ ഡാല, ആ നിർഭാഗ്യവാനായ പാവപ്പെട്ട നിർഭാഗ്യവനായ ചിരാഗലിയുടെ പേറ്റ് ചീർ ഡാല, വയറ് കീറി. എത്ര ക്രൂരനാ ഹഡ്സൺ സാബ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാവ മനുഷ്യൻ്റെ വയറ് കീറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ത് വെച്ചാണ്? തൽവാർ വെച്ച്, വാള് വെച്ച് കേട്ടോ. ഇനി ഹഡ്സൺ സാബിനെ ബഹാദുർ ഷാഹ് ജഫർ के दोनों बेटों शाहजादा फजल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇനി ഹഡ്സൺ സാബിനെ, ഈ ഹഡ്സൺ സാബ് എന്ത് ചെയ്തു? ബഹാദുർ ഷാഹ് ജഫർ, അതായത് ചക്രവർത്തിയായ ബഹാദുർ ഷാഹ് ജഫറിൻ്റെ ദോനവും ബേട്ടവും, രണ്ട് മക്കളെയും, അതായത് ആ രണ്ട് മക്കളുടെ പേരെന്ന് പറഞ്ഞാൽ ഷാഹ്സാദ ഫസലും മിർസ അബൂബക്കറുമാണ്. ഇവർ രണ്ടുപേരെയും കൂൻകർ കൊന്നിട്ട് ഉൻകെ സിർ, അവരുടെ തല ദില്ലി ദർവാസെ പർ ലടക്കാതിയെ, കൊന്നിട്ട് എന്ത് ചെയ്തു? അവരെ തല വെട്ടിയെടുത്ത് ദില്ലിയിലെ ആ ദർവാസ, ആ ദില്ലിയിലെ ആ കോട്ടയുടെ ആ വാതിലിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട്ട് കേട്ടോ. എന്തൊരു പാവം മനുഷ്യനാണ് അയാൾ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? പാവമാണോ? അല്ല, അയാളൊരു ക്രൂരനാണല്ലേ. അയാൾ എത്ര ക്രൂരനാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കൊന്നതും പോരാ, അവരുടെ മൃതശരീരം കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിടുകയും ചെയ്യും. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർണേ മേ ബഡാ മസ ആതാ താ, ഹഡ്സന് ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നത് ഒരു വലിയ രസമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അയാൾക്ക് ഭയങ്കര ഒരു വിനോദമാണ് ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദുസ്ഥാനികളെ കൊല്ലുക എന്നത് കേട്ടോ. അയാളുടെ ഒരു വിനോദമാണ്. അപ്പോൾ മനസ്സിലായോ? മേരി പടോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹറുന്നിസ രഹത്തി ഹെ, എൻ്റെ അയൽക്കാരിയായിട്ടൊരു പാവപ്പെട്ട സ്ത്രീയുണ്ട്. ആ ഗരീബ് ഔരത്ത്, പാവപ്പെട്ട ഒരു സ്ത്രീ, മെഹർനിസ എന്നാണ് അവരുടെ പേര് കേട്ടോ.
ഉസ്കി പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഹെ. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. അക്കേലി ഔരത്ത് തനിച്ചാണ് അല്ലേ, പാവ സ്ത്രീ അല്ലേ, ഒറ്റയ്ക്കാണ്. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करते थे. മറ്റുള്ളവരുടെ വീട്ടിലെ ചാടു ലഗാന തൂത്ത് വൃത്തിയാക്കി, അടിച്ചു തൂത്ത്, കിസി തരവസെ എങ്ങനെയെങ്കിലും തൻ്റെ ഗുസർ ബസർ കർത്തി ഥി, നിത്യവൃത്തി കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരുടെ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടുകൊടുത്ത് എങ്ങനെയെങ്കിലും തൻ്റെ നിത്യവൃത്തി കഷ്ടിച്ചങ്ങ് നടത്തിക്കൊണ്ടു പോകുന്ന പാവ ഒരു സ്ത്രീ. ആരാണ്? മെഹറുന്നീസ. ലേക്കിൻ ജബ് കർഹി നഹി രഹെ, എന്നാലിപ്പോൾ വീടുകളൊന്നുമില്ല. കാര്യം എന്താണ്? ബസ്തിക്ക് ബസ്തി ഞാൻ ജലാതി ഗയി, കോളനികളെല്ലാം കത്തിച്ച് കളഞ്ഞു അല്ലേ, വീടുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി ഇവര്. മെഹറുന്നീസ കാംന മിൽനെ സെ ഭൂക്കി മർനെ ലഗി. അപ്പോൾ മെഹറുന്നീസയ്ക്ക് ജോലി കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ എങ്ങും വീടുണ്ടെങ്കിലെല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അവർ വിശന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യ. ആദ്യം ഉസ്കെ യഹാ മേനെ 10 റൊട്ടിയാൻ പഹൂഞ്ചായി. ഞാൻ ഇന്ന് അവരുടെ അടുത്തേക്ക് 10 റൊട്ടികൾ എത്തിച്ചു കൊടുത്തു. ദൂസരി ജോ 10 റൊട്ടിയാൻ വെച്ച്, പിന്നീട് 10 ഉള്ളത് എന്ത് ചെയ്തു? എൻ്റെ 2 മക്കൾക്കും ജോലിക്കാർക്കുമായിട്ട് എടുത്തു. മേരെ ഹിസേമേ 1.5 റൊട്ടിയായി. എനിക്കായി പിന്നെ ശേഷിച്ചത് എത്ര റൊട്ടിയാണ്? 1.5 റൊട്ടിയാണ്. ഫിർഫി തസല്ലി ഥി, എനിക്ക് എന്നിട്ടും ആശ്വാസമായിരുന്നു, സമാധാനമായി. കാര്യം എന്താ? മേരി റൊട്ടിയാസേ മെഹറുന്നീസ ഓർ ഉസ്കി 2 ബേട്ടിയോം കി ഫൂക്ക് തോ ബുച്ചി. എൻ്റെ റൊട്ടികൾ വഴി, അതായത് ഞാൻ കൊടുത്തുവിട്ട റൊട്ടി വഴി മെഹറുന്നീസയ്ക്കും അവരുടെ 2 മക്കൾക്കും അല്ലേ വിശപ്പടക്കാൻ കഴിഞ്ഞു അല്ലേ. മേരാക്കിയ, എനിക്കെന്താ? മേരി തോ ഭൂക്ക് രഖനേക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ. എനിക്കാണെങ്കിലോ വിശന്നിരിക്കുന്ന ആ സ്വഭാവം ഒരു ശീലമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അയൽക്കാരിയായ ഒരു പാവപ്പെട്ട സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് മെഹറുന്നീസ എന്നാണ്. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയാണ് അവർ നിത്യവൃത്തി കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വീടുകളൊന്നുമില്ല, കോളനികളെല്ലാം കത്തിച്ചു കളഞ്ഞു. അവർ വിശന്ന് മരിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് 10 റൊട്ടികൾ എത്തിച്ചു. പിന്നെ ശേഷിച്ച 10 റൊട്ടികൾ എന്ന് പറയുന്നത് എൻ്റെ 2 മക്കളും ജോലിക്കാർക്കും വേണ്ടി ഉപയോഗിച്ച്. എനിക്ക് കിട്ടിയത് 1.5 റൊട്ടിയാണ്. എന്നാലും ഞാൻ ആശ്വസിച്ചു. കാര്യം ഞാൻ ആ റൊട്ടി കൊടുത്തത് വഴി മെഹറുന്നീസയ്ക്ക് അവരുടെ 2 മക്കൾക്കും അല്ലേ വിശപ്പടക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ. എനിക്കങ്ങനെ വിശന്നിരിക്കുന്ന സ്വഭാവം ഒരു ശീലമായി കഴിഞ്ഞിരുന്നു. മേരെ പടോസി ഹീരാ സിംഗ് ഏക്ക് നൗജവാനിയെ, എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു യുവാവാണ്. മുझे ഹിമ്മത്ത് ബംഗാത്ത ഹെ, അവൻ എനിക്ക് ധൈര്യം നൽകി, ധൈര്യം സംഭരിച്ചു വന്നു. ഇസ് ആദേ വീരാൻ ഓർ ആദേ ആബാദ് ശഹർമേ, ഈ പകുതി വിജനവും പകുതി ജനവാസവുമുള്ള ഈ പട്ടണത്തിൽ ശിവാജി റാമും ഉണ്ട്. ജോ മുസ്സെ കഹത്തെ, അദ്ദേഹം എന്നോട് പറയാറുണ്ട്, മുസീബത്ത് ഏദിൻ കഫീന കഫീത്തോ കഥം ഹോങ്കെ, ഈ തടസ്സങ്ങളുള്ള ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ദിവനങ്ങൾ എന്തെങ്കിലും അവസാനിക്കും. അപ്പോൾ ഉൻകാലെടുക്ക ബാലമുകുന്ദ്, അദ്ദേഹത്തിൻ്റെ മകനായ ബാലമുകുന്ദൻ എന്നെ അവൻ്റെ പിതാവിനെ പോലെ കണക്കാക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ജബുമേ ബീമാർ പട, എനിക്ക് രോഗം ബാധിച്ചപ്പോൾ ബാലമുകുന്ദ എന്ത് ചെയ്തോ? അംഗ്രേസ് സിപ്പാഹിയോങ്കി നസരോം സെ ബച്ചാത്തെ, ഇംഗ്ലീഷ് ശിപ്പായിമാരുടെ കണ്ണ് വെട്ടിച്ച് ഏക്ക് ഹാക്കിം കോ മേരെ പാസ് ലേ ആയ, ഒരു വൈദ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹാക്കിം കി ദവാസെ മേരി ജാൻ ബച്ചി, അങ്ങനെ ഹാക്കിം നൽകിയ മരുന്ന് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുझे സിന്ദഗി ബാൽ മുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിലി, അങ്ങനെ എൻ്റെ ജീവൻ ബാലമുകുന്ദൻ വിചാരിച്ച കാരണത്താൽ അവൻ്റെ സഹായം കൊണ്ട് തിരിച്ചു കിട്ടി. ദൂർ കെ ദോസ്തോമേ മേരട്ട് കെ ഹരിഗോപാൽ തുക്ത ഹെ, ഇനി ദൂരെയും വളരെ ദൂരെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാളാണ് മേററ്റിലുള്ള ഹരിഗോപാൽ തുക്ത. വേ ഷായരി കർത്തെ ഹെ, അദ്ദേഹം കവിത എഴുതും. ഉനോനെ മുझे अपने घर मेरठ से 90 रुपये भेजा है, അദ്ദേഹം എന്ത് ചെയ്തോ? എനിക്ക് അയാളുടെ വീട്ടിൽ നിന്ന്, അതായത് ഉനോനെ മുझे अपने घर मेरठ से 90 रुपया भेजा है, അദ്ദേഹം എന്ത് ചെയ്തു? എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു, റെഡി പൈസ അയച്ചു തന്നു. गेहूं की कुछ बोरियां भी तुक्ता के
ആത്മീ മേരെ ഘർ രേഖ് ഗയേ ഹെ. ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും ഗോതമ്പ് നിറച്ച കുറച്ച് ചാക്കുകളും തുഫ്തയുടെ ആൾക്കാർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഉനോനെ കെഹ്ലാ ഭേജാക്കി, അദ്ദേഹം ഇതും പറഞ്ഞ് വിട്ടു. എന്താണ്? മേ ഫിക്ര കരോ, താങ്കളെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. വേ മേരി മദത് ഹർ കിസ്മ സേ കർത്തേ രഹേങ്കി. അദ്ദേഹം ഞങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, എന്നെ ഏതെങ്കിലുമൊക്കെ കിസ്മ തരത്തിൽ സഹായിക്കുമെന്ന് ഉറപ്പും നൽകി. അപ്പോൾ വേവലാതിപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഏ ബാത്തേ ജിൻക ലിഖിന ജരൂരി നഹീന്ത, ഇക്കാര്യമൊന്നും എഴുതേണ്ട കാര്യമില്ല. സിർഫ് ഇസ്ലിയെ ലിഖിക്ക്, ഞാനിത് കേവലം ഇതുകൊണ്ടാണ് എഴുതിയത്. ഇൻ ലോകോങ്കി ദരിയാദിലി ഓർ ഹംദർദി കാ ശുക്രിയ അദാ ഹോ ജായി. അതായത് ഇവരുടെ കാരുണ്യവും സഹതാപത്തിലും അവർ എന്നോട് കാരുണ്യം കാണിച്ചു, സഹതാപം കാണിച്ചു, അതിൽ ഞാൻ നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. രാത്രിക്കോ ചിരാഗ് നഹീം ജലത്തെ, ഇനി രാത്രിയായാലോ വീട്ടിൽ ചിരാഗ് നഹീം ജലത്തെ, വിളക്ക് കത്തിക്കാറില്ല. ദിൻമേ ചൂൾഹേ നഹീ സുൽഗത്തെ, നോക്ക്, ദിൻമേ ചൂൾഹേ നഹീ സുൽഗത്തെ, പകലോ അടുപ്പ് കത്തിക്കാറില്ല. രാത്രി വിളക്ക് കത്തിക്കാറില്ല, പകല് അടുപ്പും കത്തില്ല. കാരണം എന്താണ്? രാത്രിയിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ എണ്ണ വേണം, പകല് അടുപ്പ് കത്തിക്കണമെങ്കിലോ ധാന്യം വേണം. ജബ് അനാജ് ഹി നഹീ ഹേത്തോ, ധാന്യമില്ലെങ്കിലോ ചൂൾഹേ കഹാം സേ ജലെ, എന്തിനാണ് അടുപ്പ് കത്തിക്കുന്നത്? മക്കാനോ കെ മാലിക് മാർ ഡാലേ ഗേ ഹെ, കാരണം എന്താണ്? ഈ വീടുകളുടെയൊക്കെ ഉടമസ്ഥന്മാരെ കൊന്നു കഴിഞ്ഞു. വേ ഹോത്തേത്തോ കരോമേം ഗെല്ല പാനി ആത്ത, അവരുണ്ടായിരുന്ന വീട്ടില് വേ ഹോത്തേത്തോ, അവരുണ്ടായിരുന്നെങ്കിലോ കരോമേം വീട്ടിലോ ഗെല്ല പാനി ആത്ത, ധാന്യങ്ങളും വെള്ളവും എല്ലാം കിട്ടുമായിരുന്നു. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോ ദോസ്ത് ഹെ, ഗാലിബിന് ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ട്. ഇൻ തൻഹായി ഓർ അകേലാപ്പൻ മേ സിർഫ് അപ്നി കലം കെ സഹാരെ ഹി ജിന്ദ ബച്ച രഖ് ഗയാ ഹെ. ഈ ഏകാന്തതയിലും ഇസ് തൻഹായി, ഈ ഏകാന്തതയിലും ഓർ അകേലാപ്പൻ മേ, അതായത് ഒറ്റപ്പെടലിലും സിർഫ് അപ്നി കലം കെ സഹാരെ ഹി ജിന്ദ ബച്ച രഖ് ഗയാ ഹെ, അയാൾ കേവലം തൻ്റെ പേനയെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്നത്. ഉസ്കെ സാരേ ദോസ്ത് ഏകേക് കർ മാർ ഡാലേ ഗയേ, അദ്ദേഹത്തിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഓരോരുത്തരെയായിട്ട് കൊന്നു കഴിഞ്ഞിരുന്നു. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ഹേ, എൻ്റെ ആത്മാവിൽ മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹേ, എൻ്റെ ആത്മാവിൽ കേവലം ദുഃഖം മാത്രമേ ഉള്ളൂ. മേ അപ്പന വിസ്തർ ഓർ കപ്പടെ ബേഷ് കർ ജിന്ദഗി ഗുസാർ രഖാഹോ, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളും വിറ്റ് ജിന്ദഗി ഗുസാർ രഖാഹോ, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയെ കഴിച്ചു കൂട്ടുകയാണ്. ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളും വിറ്റാണിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൂസരേ ലോക ജിസ് തരഹ് സേ റൊട്ടിയാൻ കാത്തേയെ, മറ്റുള്ള ആൾക്കാർ എപ്രകാരം റൊട്ടി തിന്നുന്നുവോ മേ കപ്പടേ കാരകാകും, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ വസ്ത്രം തിന്നുകയാണ്. മറ്റുള്ളവർ എപ്രകാരം റൊട്ടി തിന്നുന്നുവോ അപ്രകാരം ഞാൻ എൻ്റെ വസ്ത്രം തിന്നുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതിപ്പോൾ പറഞ്ഞു തരാം. ഡർത്താഹു, എനിക്ക് പേടിയുണ്ട്. ജബ് സബ് കപ്പടേ കാലൂങ്ക, ഞാൻ ഈ വസ്ത്രങ്ങളെല്ലാം തിന്നു കഴിയുമ്പോഴേ തോ നങ്കാക്കി പൂക്കാ മർജാവുങ്ക, ഞാൻ നഗ്നനായി വിശന്ന് ചാവേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റുള്ള ആൾക്കാർ എപ്രകാരം റൊട്ടി തിന്നുന്നുവോ അപ്രകാരം ഞാൻ വസ്ത്രം തിന്നുകയാണ്. എനിക്കിപ്പോൾ പേടിയുണ്ട്. ഈ വസ്ത്രവും തിന്നു കഴിഞ്ഞാൽ തോ നങ്കാക്കി പൂക്കാ മർജാവുങ്ക, ഞാൻ നഗ്നനായി വിശന്ന് മരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടെ കപ്പടെ കാനേക്ക് മതലബ് ക്യാഹേ, വസ്ത്രം തിന്നുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് മക്കളെ? എന്നെ ഇച്ചിരിച്ച വസ്ത്രം കടിച്ചു കുറച്ച് തിന്നുകയാണ് അയാൾ ചെയ്യുന്ന അല്ല. കപ്പടെ ബേച്ചിക്കർ റൊട്ടി ഖരീദ് കർ കാനായി, തൻ്റെ ഉള്ള വസ്ത്രങ്ങളെല്ലാം വിറ്റിട്ട് റൊട്ടി മേടിച്ച് കഴിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വസ്ത്രം തിന്നുകയല്ല ചെയ്യുന്നത് കേട്ടോ. അതായത് തൻ്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി വിറ്റിട്ട് റൊട്ടി മേടിച്ച് കഴിക്കുന്നു. അവസാനം എല്ലാ വസ്ത്രങ്ങളും തീരുമ്പോൾ അയാൾക്ക് നഗ്നനായി വിശന്ന് മരിക്കേണ്ടി വരുമെന്ന് അയാൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കൊണ്ട് ഈ ലെസൺ
ഇവിടെ അവസാനിക്കുകയാണ്. ജിസ് ഗലീമേ മേ രഖ്താഹു എന്ന ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നിർത്തുന്നതിന് മുമ്പായി ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മേരി തോ ഭൂക്ക രഖ്നേക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ. എനിക്ക് വിശന്നിരിക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ട്, അതായത് എനിക്ക് വിശന്നിരിക്കാൻ എനിക്ക് കഴിയും. ഗാലിക്കോ ഭൂക്ക രഖ്നേക്ക് ആദത്ത് കൈസേ ഹുയി ഹോഗി. ആ വിശന്നിരിക്കുന്ന ആ ശീലം എങ്ങനെ ഗാലിബിനുണ്ടായി? സ്വാതന്ത്ര്യതാ സംഗ്രാം കെ സമയം ലോക ഖാനെ പീനെ കെ ചീസോं के लिए തടപ്പത്തെ थे. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആളുകൾ തിന്നാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾക്ക് വേണ്ടി പിടയുന്ന അവസ്ഥയാണ് നമ്മളിതിൽ കാണുന്നത്. ഇസേ ഗാലിബ് അക്സർ ഭൂക്ക രേഖാകുക. ഈ അവസരത്തിൽ ഗാലിബ് മിക്കവാറും വിശന്നിരുന്നിട്ടുണ്ടാവും. ഭൂക്ക് സഹിത്തെ അങ്ങനെ വിശപ്പ് സഹിച്ച് ഉനെ ഭൂക്ക രഖ്നേക്ക് ആദത്ത് ഹുയി ഹോഗി. അയാൾക്ക് വിശന്നിരിക്കുന്ന സ്വഭാവം വന്നു കാണും കേട്ടോ. ഇതാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി കപ്പടെ ഖാലൂങ്ക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? കപ്പടെ ഖാനേക്ക മതലബ് ക്യാ ഹെ? വസ്ത്രം തിന്നുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? കപ്പടെ ബേച്ചിക്കർ റൊട്ടി ഖരീദ് കർ ഖാനാ ഹെ. വസ്ത്രം വിറ്റ് റൊട്ടി മേടിച്ച് തിന്നുക എന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ശ്രദ്ധാപൂർവം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ലെസണുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ.